പത്മ കാശിയിൽ ഗംഗയുടെ തീരത്തുള്ള ഒരു ആശ്രമത്തിൽ നടന്ന സംഭവവും കഥയുമാണ്. വളരെ മുമ്പ് നടന്നതാണ്. ആ ആശ്രമത്തിൽ ഭൈരവ സാധനകളും കാളി പൂജയും നടക്കുന്ന ഒരു ആശ്രമമാണ്. അറിയാമല്ലോ, മണികർണികയുടെ തീരത്തുള്ള ഒരു ഘാട്ടിലാണ്. അന്ന് പതിവ് പോലെ അവിടെ പൂജകൾ നടക്കുന്നു, സാധനങ്ങൾ നടക്കുന്നു, പ്രഭാഷണങ്ങൾ നടക്കുന്നു. അപ്പൊ അന്ന് ഒരു പ്രഭാഷണം നടക്കുകയാണ്. അവിടുത്തുള്ള സന്യാസികൾ, അവിടെയുള്ള ആ ആശ്രമത്തിലുള്ളവരും പുറത്തുള്ളവരുമായിട്ടുള്ള കുറച്ച് പേര് വരുന്നുണ്ട്. അവിടെ ഇരുന്ന് ഓരോരോ സംഭവങ്ങൾ, അതായത് മരണത്തെക്കുറിച്ച്, മണികർണികയെക്കുറിച്ച്, ഗംഗയെക്കുറിച്ച്, തത്വം എന്താണ്, ജ്ഞാനം എന്താണ്, മരണം എന്താണ്, ഇങ്ങനെ ഓരോരോ കഥകൾ, കാശിയെക്കുറിച്ച്, അങ്ങനെ ഓരോന്ന് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ സദസ്സിലായിട്ട് വന്നു ചേർന്ന് ഇരിക്കുന്നവരുണ്ട്, കുറെ പേര് പോകുന്നുണ്ട്, വരുന്നുണ്ട്. അങ്ങനെ കഥകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിനിടയിലായി പറഞ്ഞു നിർത്തിയതിനു ശേഷം അവര് സദസ്സിലുള്ളവരോട് ചോദ്യങ്ങൾ ചോദിക്കാമെന്ന് പറയുന്നു. അതായത് സദസ്സിലുള്ളവർ Q&A പറയുള്ളൂ, ചോദിക്കാം. അപ്പോ ഇതിനു മുൻപ് പറഞ്ഞു നിർത്തിയ ആൾക്കാർ പറഞ്ഞതിനും ചോദിക്കാം, എന്ത് വേണമെങ്കിൽ ചോദിക്കാം. എവിടെ നിന്നാണെന്നറിയില്ല, ആ സദസ്സിന്റെ ഏതോ മൂലയിൽ നിന്നും ഒരു കൊച്ചുകുട്ടി നടന്ന് മുന്നോട്ട് വരുന്നത് കണ്ടു. 9-10 വയസ്സ് പ്രായമുള്ള, നല്ല തിളങ്ങുന്നൊരു കണ്ണുകളാണ്, കൃഷ്ണശില പോലുള്ള ശരീരം, ഇതുപോലെ ത്രിപുണ്ഡ്രം, അതായത് ഭസ്മം അടിച്ചിട്ടുണ്ട്, ഒരു സിന്ദൂരമുണ്ട്, കഴുത്തിലൊരു രുദ്രാക്ഷമുണ്ട്. മുന്നോട്ട് നടന്നു വന്നു. എന്തോ ചോദിക്കാനാണ് വരുന്നതെന്ന് മനസ്സിലായി. എന്താണ് എൻ്റെ കുട്ടി എന്ന് ചോദിച്ചു. ഹിന്ദിയിലാണ് ചോദിക്കുന്നത്. എനിക്കും ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു. ചോദിച്ചോളൂ എന്ന് പറഞ്ഞു. ഇതിന് തൊട്ട് മുൻപ് അങ്ങ് പറഞ്ഞുകൊണ്ടിരുന്നത് സന്തോഷത്തെക്കുറിച്ചായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അതെ എന്ന് പറഞ്ഞു. അത് തൊട്ട് മുൻപ് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ആശ്രമം ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ചായിരുന്നു. ഈ ആശ്രമം ചെയ്യുന്ന ദാനധർമ്മങ്ങൾ, ഇവിടെ വന്നു പോകുന്ന സിദ്ധന്മാർ തങ്ങളുടെ ത്യാഗങ്ങൾ, സമയം എങ്ങനെ ഉപയോഗിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നൊക്കെയായിരുന്നു. അപ്പൊ ആ കുട്ടി ചോദിച്ചു, അങ്ങ് ഈ ചെയ്യുന്ന പ്രവൃത്തികളും ദാനധർമ്മങ്ങളെക്കുറിച്ചും എല്ലാം സംസാരിച്ചു, സന്തോഷത്തിനെ കുറിച്ചും സംസാരിച്ചു. എനിക്ക് സന്തോഷത്തിനെ കുറിച്ചാണ് ചോദിക്കേണ്ടതെന്ന് ചോദിച്ചു. ചോദിക്കൂ എന്ന് പറഞ്ഞു. അങ്ങ് സന്തോഷവാനാണോ അതോ സന്തോഷത്തിലാണോ എന്ന് ചോദിച്ചു. അതായത് അങ്ങ് സന്തോഷത്തിലാണോ സന്തോഷവാനാണോ, ആ കുട്ടി ചോദിച്ചു. അദ്ദേഹം ചെറിയൊരു പുഞ്ചിരിയോടുകൂടി പറഞ്ഞു, ആണല്ലോ, പൂർണ്ണ തൃപ്തനും പരിപൂർണ സന്തോഷത്തിലാണ്, ആനന്ദത്തിലാണ് ഞാൻ എന്ന് പറഞ്ഞു. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെ ആവണം എന്നാണ് എൻ്റെയും ആഗ്രഹം, എൻ്റെയും പ്രാർത്ഥന എന്ന് പറഞ്ഞു. കുട്ടി അടുത്ത ചോദ്യം ചോദിച്ചു, എന്തിനാണ് അങ്ങ് സന്തോഷിക്കുന്നത്? അതായത് സന്തോഷത്തിലാണെന്ന് പറഞ്ഞു. എന്തിനാണ് അങ്ങയുടെ സന്തോഷം, അങ്ങ് എന്തിനാണ് സന്തോഷിക്കുന്നത് എന്ന് ചോദിച്ചു. ഈ ചോദ്യം ചോദിച്ചത് മാത്രമേ ആ വേദിയിലിരിക്കുന്നവരും സദസ്സിലിരിക്കുന്നവരും കേട്ടുള്ളൂ. എന്തിനാണ് അങ്ങ് സന്തോഷിക്കുന്നത് എന്ന് ചോദിച്ച ആ ഒരു ചോദ്യം കേട്ടതോടുകൂടി ആ വേദിയിൽ നിന്നും മൗനത്തിൽ കരഞ്ഞുകൊണ്ട് അദ്ദേഹം ഇറങ്ങി ആ കുട്ടിയുടെ അടുത്ത് വന്ന് മുട്ടുകുത്തിയിരുന്നു. ഭോലാനാഥ് ഭൈരവ് ബാബ എന്ന് പറഞ്ഞിട്ട് നമസ്കരിച്ചു. ആ വേദിയിലും സദസ്സിലും ആശ്രമത്തിൽ അന്നുണ്ടായിരുന്ന എല്ലാവരും സ്തബ്ധരായാണ് നോക്കിയത്. അദ്ദേഹത്തിന് എന്ത് പറ്റി? തൊട്ട് മുൻപ് വരെ സന്തോഷത്തെക്കുറിച്ചും ആനന്ദത്തെക്കുറിച്ചും വലിയ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്ന ആ മനുഷ്യൻ, ആ സന്യാസി, കാവ്യെടുത്തായ ഒരു കൊച്ചുകുട്ടിയുടെ കാലിൽ വീഴുന്നു. കാലിൽ വീഴുന്നതും ആ കൊച്ചുകുട്ടി തിരിച്ചുകൊണ്ട് കൈകൾ വീശി ആ ആശ്രമത്തിൽ നിന്നും ഗംഗയുടെ തീരത്തേക്ക് നടന്നു പോകുന്നതാണ് എല്ലാവരും കണ്ടത്. അദ്ദേഹം ആ ഒരു നിമിഷം
അദ്ദേഹത്തിന് മനസ്സിലായ കാര്യം, ഞാൻ സന്തോഷത്തിലാണ്, ഞാൻ എന്തൊക്കെയോ ചെയ്തു, ഞങ്ങൾ എന്തൊക്കെയോ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്, വാതോരാതെ സംസാരിച്ചു കൊണ്ടിരുന്നത് ഭൈരവൻ നേരിട്ട് വന്ന് പറഞ്ഞിരിക്കുകയാണ്, നീ എന്തിനാണ് സംസാരിക്കുന്നത്, നീ എന്തിനാണ് സന്തോഷിക്കുന്നത്, നീയാണോ ചെയ്തത് എന്ന് ചോദിക്കാതെ ചോദിച്ചുകൊണ്ട് ഒറ്റ ചോദ്യത്തിൽ അദ്ദേഹത്തിന് മൗനത്തിലേക്കും വീണ്ടും സാധനയിലേക്കും ആഴത്തിൽ ഇറക്കിയിട്ടു. അതാണ് അദ്ദേഹം കരഞ്ഞുകൊണ്ട് ആ കുഞ്ഞിന്റെ കാലിൽ വീണത്. ആ കുഞ്ഞ് ഭൈരവൻ തന്നെയാണ്, മറ്റാരുമല്ല. അപ്പോ ഇതുപോലത്തെ ഒരുപാട് കഥകൾ കാശിയെക്കുറിച്ച് ഉണ്ട്. അതിലെ ഒരു കഥ ഇതാണ്. ഇത് ഇംഗ്ലീഷിൽ ഒരു എഴുതിയിട്ടുണ്ട്. അതായത് ആർ യു ഹാപ്പി എന്ന് ചോദിച്ചു. ഇപ്പൊ അദ്ദേഹം യെസ് എന്ന് പറഞ്ഞു. ഹാപ്പി ഫോർ വാട്ട് എന്നായിരുന്നു എഴുതിയത്. അപ്പൊ വീണ്ടും കാണാം. പത്മ.